ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയത് 9 പാക് ഭീകര കേന്ദ്രങ്ങളാണ്. പുലർച്ചെ 1:05 മുതൽ 1:30 വരെ 25 മിനിറ്റ് നീണ്ട സംയുക്ത സേനാ ദൗത്യത്തിൽ ലക്ഷ്യമിട്ടത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഭീകര പരിശീലന കേന്ദ്രങ്ങളാണ്. ഏതൊക്കെയാണ് ആ 9 കേന്ദ്രങ്ങളെന്ന് നമുക്ക് ഒന്ന് പെട്ടെന്ന് പരിശോധിക്കാം. നമ്മുടെ നീക്കം അത് പ്രിസൈസ് ആയുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു. അവിടെ നമ്മുടെ സൈന്യം എക്സെപ്ഷണൽ ആയിട്ടുള്ള അവരുടെ ഒരു വാലർ ഇതാ നോക്കൂ. ഒന്നാമത്തെ കേന്ദ്രത്തിലേക്ക് മർക്കസ് സുബാനുള്ള ലക്ഷ്യമാക്കി പോയിരിക്കുകയാണ്. മർക്കസ് സുബാനുള്ള ലക്ഷ്യമിട്ടിരിക്കുന്നു. അവിടെ അതാ ലക്ഷ്യം ഭേദിച്ചിരിക്കുന്നു. ലക്ഷ്യം 1 മർക്കസ് സുബാനുള്ള. ബഹവൽപൂരിലെ ഈ കേന്ദ്രമെന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ കേന്ദ്രമാണ്. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 100.4 കിലോമീറ്റർ മാത്രം അകലെയുള്ള ഭീകരർക്ക് പരിശീലനം നൽകിയിരുന്ന ഇടത്തേക്കാണ് ഇപ്പോൾ നമ്മൾ തകർക്കാനായി നമ്മുടെ മിസൈൽ പോയത് കണ്ടത്. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് 100 കിലോമീറ്റർ അകലെ ഭീകരർക്ക് ഒരു ലോഞ്ച് പാഡായി പ്രവർത്തിച്ചിരുന്ന ഭീകര നേതാക്കളെല്ലാം കൂടിക്കാഴ്ചകൾക്കായി എത്തിയിരുന്ന സ്ഥലത്തേക്കാണ് ആദ്യത്തെ മിസൈൽ പോകുന്നത് നമ്മൾ കണ്ടത്. മർക്കസ് സുബാനുള്ളയിലേക്ക്. മർക്കസ് സുബാനുള്ളയിൽ നിന്ന് നെക്സ്റ്റ് മിസൈൽ നമ്പർ 2 അതിലേക്ക് പോകുന്നത് മർക്കസ് തൈബയിലേക്കാണ്. മർക്കസ് തൈബയിലേക്ക് ഇതാ എത്തുകയാണ്. നമ്മുടെ റഫേലിൽ നിന്നുള്ള കൊടുക്കുന്ന മിസൈൽ ഇതാ എത്തുകയാണ്. മർക്കസ് തൈബ മുരിഡ്കെ, പാകിസ്ഥാനിലെ മുരിഡ്കയിലേക്കാണ് പോകുന്നത്. മുരിഡ്കയിലേക്ക് പോയി അവിടെ കൃത്യമായി എവിടെയാണ് ആക്രമണം നടത്തേണ്ടത്, ലഷ്കറാണ് ലക്ഷ്യം. ലഷ്കർ ഇ തൊയ്ബയുടെ പ്രധാന താവളമായ മുരിഡ്കയിലെ മർക്കസ് തൈബയിലേക്ക് പോകുന്നു. അവിടെ ഭീകരരുടെ ഒളിത്താവളം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടാണ് പോകുന്നത് നമ്മൾ കണ്ടത്. അവിടെ ആക്രമണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്നുള്ള ദൂരം വളരെ കുറവാണ്. മുരിഡ്കയിലെ കേന്ദ്രം 18 മുതൽ 25 കിലോമീറ്റർ വരെ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമാണ് നമ്മളിപ്പോൾ തകർക്കുന്നതായി കണ്ട മർക്കസ് തൈബെ. മുരിഡ്കയിലെ ലഷ്കർ ഇ തൊയ്ബയുടെ താവളമാണ്. മുംബൈ ഭീകരാക്രമണത്തിലെ ഭീകരനെ പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകുമല്ലോ, അജ്മൽ അമീർ കസബ്, അതോടൊപ്പം തന്നെ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി. ഇവർക്കൊക്കെ പരിശീലനം കിട്ടിയത് നമ്മളിപ്പോൾ തകർത്ത മർക്കസ് തൈബ, മുരിഡ്കയിലെ മർക്കസ് തൈബയിലാണ്. മൂന്നാമത്തെ ആക്രമണത്തിന് നമുക്ക് സമയമായിരിക്കുകയാണ്. 25 മിനിറ്റ് മാത്രമാണ് നമ്മുടെ പക്കലുള്ളത്. മൂന്നാമത്തെ ആക്രമണം കൃത്യമായി സ്പോട്ട് ഔട്ട് ചെയ്ത 21 കേന്ദ്രങ്ങളിൽ മൂന്നാമത്തേതിലേക്ക് നമ്മൾ പോവുകയാണ്. സർജൽ തെഹ്റാ കാലാനി, പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രത്തിലേക്കാണ് നമ്മൾ അടുത്തതായി കടക്കാൻ പോകുന്നത്. ഇതാ നമ്മുടെ മിസൈൽ അവിടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. സർജലിൽ ഇതാ അല്പസമയത്തിനകം തന്നെ ജെയ്ഷയുടെ ഈ കേന്ദ്രവും തകർന്ന് തരിപ്പണമാവുകയാണ്. അന്താരാഷ്ട്ര അതിർത്തിയിൽ നിന്ന് വെറും 6 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു കേന്ദ്രത്തിലാണ്. അതാ നോക്കൂ, അവിടെയും ഭീകരരുടെ ഒളിത്താവളമാണ്. 4 ജമ്മു കശ്മീർ പോലീസുകാരെ കൊലപ്പെടുത്തിയ ഭീകരർക്ക് പരിശീലനം കിട്ടിയത് ഇവിടെ നിന്നാണ് എന്നതാണ് സർജലിന്റെ പ്രത്യേകത. സർജൽ തെഹ്റാ കാലാനി ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമാണ്. അടുത്തതായി സിയാൽകോട്ടിലേക്കാണ്. പാകിസ്ഥാനിൽ തന്നെയുള്ള സിയാൽകോട്ടിലേക്കാണ് അടുത്തതായി പോകേണ്ടത്. മഹ്മൂന ജോയ എന്ന കേന്ദ്രം അവിടവും തകർത്തിരിക്കുകയാണ്. മഹ്മൂന ജോയ നമ്മൾ ഇതുവരെ ലഷ്കറിന്റെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെയും കേന്ദ്രങ്ങളാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ പോകുന്നത് സിയാൽകോട്ടിലേക്കാണ്, മഹ്മൂന ജോയിലെ കേന്ദ്രം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തകർത്തിരിക്കുന്നത് അതിർത്തിയിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള 2016 പത്താൻകോട്ട് ഭീകരാക്രമണം ഓർമ്മയുണ്ടാകുമല്ലോ. പത്താൻകോട്ട് ഭീകരാക്രമണം നടത്തുന്നതിനായിട്ടുള്ള ആസൂത്രണങ്ങളൊക്കെ നടന്നത് അവിടെയാണ്. ഈ പത്താൻകോട്ട് ആക്രമണത്തിനായി ഹിസ്ബുൾ മുജാഹിദീന്റെ ഭീകരർക്ക് പരിശീലനം ലഭിച്ചതിന് ശേഷമാണ് അവർ കത്വ അടക്കമുള്ള മേഖലകളിലേക്ക് നുഴഞ്ഞു കയറിയത്. അപ്പോൾ ഭീകരതയുടെ അടുത്ത ലോഞ്ച് പാഡ് നമ്മൾ തകർത്തിരിക്കുകയാണ്. ഇപ്പോൾ 4 ഇടങ്ങളിലെ ആക്രമണം കണ്ടുകഴിഞ്ഞു. 21 ഇടങ്ങളിൽ ഇപ്പോൾ 4 ഇടങ്ങളിലെ ആക്രമണം നമ്മൾ കണ്ടുകഴിഞ്ഞു. 9 ഇടങ്ങളിലാണ് നമ്മൾ ആക്രമണം നടത്തിയത്. അടുത്തത് ബർണാല, ഭിംബറിലെ ബർണാലയിലേക്ക് പാക് അധീന കശ്മീരാണ്. മസ്ജിദ് അലെ ഹാദിദ്, ഭിംബറിലെ ബർണാലയിലെ മസ്ജിദ് അലെ ഹാലത്തിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ അവിടെയും ആക്രമണം സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. ലഷ്കറിന്റെ താവളമാണ്. നമ്മൾ ഹിസ്ബുളിന്റെ താവളത്തിൽ നിന്ന് അടുത്തതായി ലഷ്കറിന്റെ താവളമാണ്. ലഷ്കർ ഇ തൊയ്ബയുടെ താവളം സ്ഥിതി ചെയ്യുന്നത് നിയന്ത്രണ രേഖയിൽ നിന്ന് വെറും 9 കിലോമീറ്റർ മാത്രം അപ്പുറത്താണ്. അവിടെയാണ് IED അടക്കമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ, കാടിനെ അതിജീവിക്കാൻ ഒക്കെയുള്ള പരിശീലനം ഭീകരർക്ക് നൽകുന്ന കേന്ദ്രമാണ് ഇപ്പോൾ തകർക്കുന്നത് നമ്മൾ കണ്ടത്. അടുത്തത് പാക് അധീന കശ്മീരിൽ തന്നെയുള്ള കോട്ട്ലിയിലെ മസ്ജിദ് അബ്ബാസ് എന്ന് പറയുന്ന കേന്ദ്രം. ഈ കേന്ദ്രം ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അവിടേക്കും കൃത്യമായി നമുക്ക് ആക്രമണം, അവരുടെ ഒളിത്താവളം സ്പോട്ട് ചെയ്തുകൊണ്ട് നടത്താൻ സാധിച്ചിരിക്കുകയാണ്. കൃത്യമായി അവിടേക്ക് ആക്രമണത്തിനായി പുറപ്പെടുന്നത് നമ്മൾ കണ്ടു. അവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നിയന്ത്രണ രേഖയിൽ നിന്ന്
13 കിലോമീറ്റർ മാത്രം അകലെയുള്ള സ്ഥലമാണ്. അവിടെ ലഷ്കർ ഫിദായിൻ ഭീകരരെ പരിശീലിപ്പിക്കുന്ന സ്ഥലമാണ്. ഒരേ സമയം 15 ഭീകരർ വരെയൊക്കെയാണ് അവിടെ പരിശീലനത്തിനായി എത്തുന്നത്. അങ്ങനെ ഭീകരർക്ക് കൃത്യമായ ഒരു ട്രെയിനിങ് സെന്റർ എവിടെയൊക്കെ പാകിസ്ഥാൻ സർക്കാരിന്റെ സഹായത്തോടു കൂടി ഇതിനകം പ്രവർത്തിച്ചുകൊണ്ടിരുന്നോ അവിടേക്കൊക്കെയാണ് നമ്മൾ ലക്ഷ്യമിട്ടത്. അങ്ങനെ 6ാമത്തെ കേന്ദ്രവും നമ്മൾ തകർത്ത് കഴിഞ്ഞിരിക്കുകയാണ്. അടുത്തതായി പാക് അധീന കശ്മീരിലേക്ക് തന്നെയാണ്. പാക് അധീന കശ്മീരിലെ കോട്ലിയിലെ മസ്കർ റഹിൽ ഷഹീദ്, അതാണ് ഇപ്പോഴത്തെ ലക്ഷ്യം. നമ്മൾ കാണുന്നു അതാ പുക ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ മിനിറ്റുകളുടെ ഇടവേളയിലാണ് ഈ ഓരോ ഇടങ്ങളിലേക്കും നമ്മൾ പോയത്. മസ്കർ റഹിൽ ഷഹീദ് പാക് അധീന കശ്മീരിലെ ഇവിടെയാണ് ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു താവളം പ്രവർത്തിക്കുന്നത്. നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം അകലെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഭീകരരാണ് പൂഞ്ച്, രജൌരി തുടങ്ങിയ ഇടങ്ങളിലെ ആക്രമണങ്ങൾ നടത്തിയത്. 2023 ഏപ്രിൽ 20, 2024 ജൂൺ 9 തീർത്ഥാടകർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇവിടെ പരിശീലനം ലഭിച്ച ഭീകരരാണ്. അതായത് ഭീകരതയ്ക്കായി റിക്രൂട്ട് ചെയ്തിരിക്കുന്നത് എവിടെ നിന്നാണോ ആ റിക്രൂട്ട്മെന്റ് സെന്റർ തകർക്കുക, അതാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. അടുത്തത് മുസാഫറാബാദിലേക്ക്, പാക് അധീന കശ്മീരിലെ തന്നെയുള്ള മുസാഫറാബാദിലേക്കാണ് നമുക്ക് പോകേണ്ടത്. മുസാഫറാബാദിലെ ക്യാമ്പിന്റെ പേര് ഷവായ് നല്ല എന്നാണ്. മുസാഫറാബാദിൽ പ്രവർത്തിക്കുന്ന ഈ ഷവായ് നല്ല ക്യാമ്പ് അത് ലഷ്കർ ഇ തൊയ്ബയുടെ ക്യാമ്പാണ്. ലഷ്കർ ഇ തൊയ്ബയ്ക്ക് പാകിസ്ഥാനിൽ നിരവധി ഇടങ്ങളിൽ ഇതുപോലെയുള്ള പരിശീലന കേന്ദ്രങ്ങളുണ്ട്. അത്തരം ഒരു കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ 2024 ഒക്ടോബർ 20 സോൻമാർഗ് ആക്രമണം, ഒക്ടോബർ 24 ഗുൽമാർഗ് ആക്രമണം, ഇവിടെയൊക്കെ ഈ ഭീകരർക്ക് പരിശീലനം കിട്ടിയത് ഈ ഒരു സ്ഥലത്ത് നിന്നാണ്. ഷവായ് നല്ല ക്യാമ്പ്, മുസാഫറാബാദിലെ ലഷ്കറിന്റെ ഈ ക്യാമ്പും തകർത്തിരിക്കുന്നു നമ്മുടെ സൈന്യം. അടുത്തതായി 9ാമത്തെ ഇടവും ഇതേ മുസാഫറാബാദിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ലഷ്കറിന്റെ ക്യാമ്പാണ് തകർക്കുന്നത് കണ്ടത്. ഇനി നമ്മൾ പോകുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ ഒരു ലോഞ്ച് പാഡിലേക്കാണ്. ജെയ്ഷെ മുഹമ്മദിന്റെ ലോഞ്ച് പാഡ് ബിലാൽ ക്യാമ്പ്, സൈദിന ബിലാൽ ക്യാമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. പാക് അധീന കശ്മീരിൽ ഇന്ത്യക്ക് നേരെ ഏറ്റവും കൂടുതൽ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിന്, പരിശീലനം നൽകുന്നതിന് പ്രയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ ലോഞ്ച് പാഡ് നിയന്ത്രണ രേഖയിൽ നിന്ന് 30 കിലോമീറ്റർ മാത്രം അകലെ ഭീകരർക്ക് ആയുധങ്ങൾ, ബോംബുകൾ ഇതൊക്കെ ഉപയോഗിക്കാൻ, അതുപോലെ തന്നെ കാട്ടിൽ എങ്ങനെയാണ് നിങ്ങൾ പെരുമാറേണ്ടത്, അപ്പോൾ ഈ കാട് വഴിയാണ് കടന്നു കളഞ്ഞത്, കാട് വഴിയാണ് തിരിച്ചു വന്നത് നമ്മുടെ ഇപ്പോൾ ആക്രമണം നടത്തിയ പഹൽഗാമിലെ ഭീകരരടക്കം. അപ്പോൾ ഓരോ ഇടങ്ങളിലേക്കുമുള്ള ഭീകരരെ കൃത്യമായി റിക്രൂട്ട് ചെയ്യുന്ന റിക്രൂട്ടിംഗ് സെന്റേഴ്സിൽ 9 എണ്ണം ആണ് നമ്മൾ തകർത്തിരിക്കുന്നത്. മസൂദ് അസറിന് കൊടുത്ത തിരിച്ചടി അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായി മാറുകയുമാണ്. ഇതാണ് നമ്മൾ കണ്ടത്. 9 കേന്ദ്രങ്ങൾ നമ്മൾ തകർത്തിരിക്കുന്നു. ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ തിരിച്ചടി അതെങ്ങനെയാണ് നടപ്പാക്കിയതെന്നുള്ളതിന്റെ റിയൽ ടൈം ഫൂട്ടേജ് കൂടി ഇന്ത്യൻ സൈന്യം ഇന്ന് റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇനി പാകിസ്ഥാന് മറ്റൊരു അവകാശവാദവും നടത്താൻ കഴിയാത്തവണ്ണം പാകിസ്ഥാൻ ആകെ പരിഭ്രാന്തരായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയോട് തിരിച്ചടിക്കുമെന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും അതിന് എത്രത്തോളം പാകിസ്ഥാന് കഴിയുമെന്ന ചോദ്യം ഇവിടെ ബാക്കിയാണ്.